കുഞ്ഞുള്ളിയില്ലേ അതിനെ കൊണ്ട് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. കുഞ്ഞുള്ളി എന്ന് പറയുന്നത് നമ്മളെ ചെറിയ ഉള്ളിയില്ലേ അത് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അതുമല്ല വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പൊ ഞാനിത് നല്ലൊരു അപ്പത്തിന്റെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത്. പൊരിയെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കണ്ട കേട്ടാ. അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കിയാലോ. ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി അധികം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇത് തൊലി കളയാൻ ഭയങ്കര പണിയല്ല, അതുകൊണ്ട് കുറച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാ, ഒരു പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാ, ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാ, നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, കുറച്ച് മസാലപ്പൊടി കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.